എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷാർ കിരുനാഗപ്പള്ളി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അയിരുകളും ധാതുക്കളും എന്ന പോർഷനാണ് പഠിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകുക, പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട. ആ ഒരു മാർക്ക് നിങ്ങൾക്കുള്ളതാണ്. അപ്പം ഈ ക്ലാസ്സിൽ തന്നെ അയിരുകളും ധാതുക്കളും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ് ആദ്യ അവസാനം വരെ കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ നോക്കി, ഇവിടെ ആദ്യം ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്ന്, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് പറയുന്നു. രണ്ട്, ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കും. മൂന്ന്, എല്ലാ അയിരുകളും ധാതുക്കളാണ്. നാല്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഒന്നാമത്തെ പ്രസ്താവന നോക്കി, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. എന്താണ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയുന്നത്? മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. നിങ്ങൾ പഠിച്ചു, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയുന്നു. ഒന്നാമത്തെ പഠിച്ചേ. രണ്ട് നോക്കൂ, ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കും. ശരിയാണോ? ശരിയാണോ? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ആ ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് അല്ലെങ്കിൽ ഓർസ് എന്ന് വിളിക്കും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണ്, അലൂമിനിയം എടുക്കുകയാണെങ്കിൽ അലൂമിനിയത്തിന്റെ ധാതുക്കളാണ് ഏതെല്ലാം? കളിമണ്ണ്. കളിമണ്ണ് അലൂമിനിയത്തിന്റെ ധാതുവാണ്. ക്രയോലൈറ്റ് എന്താണ്? അലൂമിനിയത്തിന്റെ ധാതുവാണ്. ബോക്സൈറ്റ് എന്താണ്? ബോക്സൈറ്റും അലൂമിനിയത്തിന്റെ ധാതുവാണ്. അലൂമിനിയത്തിന്റെ ധാതുക്കളാണ് കളിമണ്ണ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ്. എന്നാൽ ആ ധാതുവിൽ നിന്ന്, ഈ ഒരു ധാതുവിൽ നിന്ന്, ഇപ്പൊ കളിമണ്ണ് എടുക്കാണ്, അല്ലെങ്കിൽ ക്രയോലൈറ്റ് എടുക്കാണ്, അല്ലെങ്കിൽ ബോക്സൈറ്റ് എടുക്കാണ്, ഈ ധാതുക്കളിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും അലൂമിനിയത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ഏതിൽ നിന്നാണോ അതിനെയാണ് അയിര് അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതിനകത്ത് ക്രയോലൈറ്റിൽ നിന്നും ബോക്സൈറ്റിൽ നിന്നും നമുക്ക് എന്തെടുക്കാം? അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന, എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന എവിടെ നിന്നാണ്? ബോക്സൈറ്റിൽ നിന്നാണ്. ബോക്സൈറ്റ് എന്താണ്? അലൂമിനിയത്തിന്റെ അയിരാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ എന്താണ് ഓർ അല്ലെങ്കിൽ അയിരുകൾ എന്ന് ക്ലിയർ ആയല്ലോ. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ആ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് പറയുന്നു. ഇനി അടുത്ത പ്രസ്താവന, എല്ലാ അയിരുകളും ധാതുക്കളാണ്. നോക്കേ, ഇതിനകത്ത് കളിമണ്ണ്, ക്രയോലൈറ്റും ബോക്സൈറ്റ് എടുത്തു. ക്രയോലൈറ്റും ബോക്സൈറ്റും എന്താണ്? അയിരുകളാണ്. ഈ അയിരുകളെല്ലാം എന്താണ്? ധാതുക്കളാണല്ലോ. ആണ്. അപ്പൊ മൂന്നാമത്തെ ശരിയാണ്. 4 നോക്കിയേ, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഈ കളിമണ്ണ്, ക്രയോലൈറ്റ്, ബോക്സൈറ്റ് ഇതിനകത്ത് എല്ലാം അയിരുകളാണോ? അയിരുകളല്ല. ക്രയോലൈറ്റും ബോക്സൈറ്റുമാണ് അയിര്. അപ്പൊ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. ആ 4 പ്രസ്താവന ക്ലിയർ ആയേ? ആ 4 പ്രസ്താവനയും പഠിച്ചല്ലോ. അതിനകത്ത് ഈ 3ഉം 4ഉം കൺഫ്യൂസിംഗ് ആണ്, പഠിച്ചു വെച്ചോണം. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എവിടെ ഉണ്ട്? SCERT ടെക്സ്റ്റ് ബുക്കിനകത്താണ്. പഠിച്ചോണം. SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോർഷൻ ആണ്. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തെല്ലാം? സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതായിരിക്കണം, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. ഓർത്തോണം, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. നമ്മൾ പറഞ്ഞാണ്, ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ സാധിക്കണം, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. ക്ലിയർ ആയോ?
അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? അവിടെ നിൽക്കട്ടെ, നമുക്ക് ഓരോന്നിന്റെയും അയിരുകൾ അറിയണമല്ലോ അല്ലെ? ലോഹത്തിന്റെ അയിരുകൾ അറിഞ്ഞാലല്ലേ നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് പഠിക്കാം, പഠിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വരാം. അപ്പൊ നോക്കിയേ, അയിരുകളാണ് നമ്മൾ പറയുന്നത്, ഓരോ ലോഹത്തിന്റെയും അയിരുകൾ. ആദ്യം തന്നെ അലൂമിനിയം. സിമ്പിൾ ആയിട്ടൊരു കോഡ് വഴി നമുക്കങ്ങ് പഠിക്കാം. അലൂമിനിയം ബോക്സിന് വേണ്ടി ഞാൻ ക്രൈ ചെയ്തു. അലൂമിനിയം ബോക്സിന് വേണ്ടി ഞാൻ ക്രൈ ചെയ്തു. അലൂമിനിയം ബോക്സിന് വേണ്ടി ഞാൻ ക്രൈ ചെയ്തു അല്ലെ? നമ്മൾ പണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സിന് വേണ്ടിയൊക്കെ ഒരുപാട് ക്രൈ ചെയ്തിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ടെന്ന് ഓർത്താ മതി. അപ്പം അലൂമിനിയത്തിന്റെ ഏതൊക്കെയാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. പഠിച്ചല്ലോ, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. അലൂമിനിയം ബോക്സിന് വേണ്ടി ഞാൻ ഒരുപാട് ക്രൈ ചെയ്തു. അലൂമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ഒന്ന് നിങ്ങൾ പഠിച്ചു. അടുത്ത് നോക്കിയേ, ഇരുമ്പ്. ഇരുമ്പിന്റെ പഠിക്കാൻ എളുപ്പമാണ്. ഹേമ CD അയൺ ചെയ്തു. ഹേമ CD അയൺ ചെയ്തു. ഇതിനകത്ത് തന്നെ ഉണ്ട്, ഹേമ CD അയൺ ചെയ്തു. ഇരുമ്പാണല്ലോ ഹേമ. ഹേമറ്റൈറ്റ്. ഹേമ CD അയൺ ചെയ്യാണ്, അപ്പം ഹേമറ്റൈറ്റ്. CD സിഡറൈറ്റ്, സിഡറ്റൈറ്റ്. അടുത്തത്, ഈ അയണിനുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇരുമ്പിനുള്ള ഒരു പ്രത്യേകതയാണ്, അത് എന്താണ്? മാഗ്നറ്റിക് ആണ് അല്ലെ? അപ്പം മാഗ്നറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ദെൻ അടുത്തത് അയൺ പൈറൈറ്റ്, അയൺ പൈറൈറ്റ്. പഠിച്ചല്ലോ, ഇരുമ്പിന്റെ ഏതൊക്കെയാ? ഹേമ CD അയൺ ചെയ്തു, ഹേമറ്റൈറ്റ്, സിഡറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇരുമ്പിന്റെ ആകർഷണം മാഗ്നറ്റൈറ്റ്. അടുത്തത് അയൺ പൈറൈറ്റിസ്, അയൺ പൈറൈറ്റിസ്. രണ്ടെണ്ണം ക്ലിയർ ആയല്ലോ. അടുത്ത നോക്കിയേ, സോഡിയം. നമുക്കറിയാം സോഡിയം എന്താണ്? ഉപ്പാണെന്നറിയാലോ. സോഡിയം എന്താ? സോൾട്ട് ആണ്. സോഡിയം സോൾട്ട് ആണ്. അപ്പം റോക്ക് സാൾട്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് സോഡിയത്തിന്റെ റോക്ക് സാൾട്ട് ആണ് ഓർത്തിരിക്കേണ്ടത്. ബാക്കിയെല്ലാം ചോദിച്ചിട്ടില്ല, കാരണം അത് റോക്ക് സാൾട്ട് ആണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. എന്നാലും മറ്റേതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ സോഡിയത്തിന്റെ റോക്ക് സാൾട്ട്. സോഡിയത്തിന്റെ എന്താണ്? റോക്ക് സാൾട്ട്. പിന്നെ ചിലി സാൾട്ട് പീറ്റർ, ചിലി സാൾട്ട് പീറ്റർ. ദെൻ ബൊറാക്സ്, ബൊറാക്സും ചോദിച്ചിട്ടുണ്ട്. ബൊറാക്സ് ഒന്ന് ഓർത്തിരുന്നോളുക. അംഫിബോൾ, ബൊറാക്സ്, അംഫിബോൾ. ക്ലിയർ ആയോ? അപ്പൊ സോഡിയത്തിന്റെ പഠിച്ചല്ലോ, റോക്ക് സാൾട്ട്, ചിലി സാൾട്ട് പീറ്റർ, ബൊറാക്സ്, അംഫിബോൾ പഠിച്ചു. അടുത്തത് പൊട്ടാസ്യം. പൊട്ടാസ്യം ഓർക്കാൻ എളുപ്പാ. കാറിന്റെ ലൈറ്റ് പൊട്ടിപ്പോയി. കാറിന്റെ ലൈറ്റ് എന്ത് ചെയ്തു? ലൈറ്റ് പൊട്ടിപ്പോയി, പൊട്ടിപ്പോയി, പൊട്ടിപ്പോയി. പൊട്ടാസ്യം പൊട്ടി അല്ലെ? ഓർത്താലോ. അപ്പം പൊട്ടാസ്യം എന്താണ്? കാർണലൈറ്റ് ആണ്. കാറിന്റെ ലൈറ്റ് പൊട്ടിപ്പോയി, കാർണലൈറ്റ്. പൊട്ടാസ്യം കാർണലൈറ്റ്, പൊട്ടാസ്യം കാർണലൈറ്റ്. കാറിന്റെ ലൈറ്റ് പൊട്ടിപ്പോയി, പൊട്ടാസ്യം കാർണലൈറ്റ്. അടുത്തത് മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം ആ ഒരു കെമിക്കൽ ഫോർമുലയിൽ തന്നെ ഉണ്ട്, MgKകത്ത് തന്നെ ഉണ്ട്. മാഗ്നസൈറ്റ്, മാഗ്നസൈറ്റ്. ആ പേരിനകത്ത് തന്നെ ഓർത്താൽ മതി. മഗ്നീഷ്യം, മാഗ്നസൈറ്റ്, ദെൻ ഡോളമൈറ്റ്. മഗ്നീഷ്യം, മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്. പഠിച്ചല്ലോ. ഈ ഒരു 5 പഠിച്ചല്ലോ. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾക്കറിയാം കാർണലൈറ്റ്. കാർണലൈറ്റ് എന്തിന്റെയാണ്? കാർണലൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? കാർണലൈറ്റ് ഏതാണ്? പൊട്ടാസ്യം. വെരി ഗുഡ്. ഏതാ? പൊട്ടാസ്യം. കാറിന്റെ ലൈറ്റ് പൊട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ അടുത്തത്, താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ അയിര് ഏത്? കൊടുത്തിട്ടുള്ളത് ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്. അടുത്തത് കൊടുത്തേക്കുന്ന കാർണലൈറ്റ്, മാഗ്നസൈറ്റ്. ഏതാണ്? ഹേമറ്റൈറ്റ് ആണ് അല്ലെ? ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിന്റെ ഓറുകൾ അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. അലൂമിനിയം ബോക്സിന് വേണ്ടി ഞാൻ ക്രൈ ചെയ്തു. ഏതൊക്കെയാണ്? അലൂമിനിയം ബോക്സ് അല്ലെ? അപ്പം ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ ഏതാ? റോക്ക് സാൾട്ട്, ബൊറാക്സ്, ചിലി സാൾട്ട് പീറ്റർ, അംഫിബോൾ. നിങ്ങൾ പഠിച്ച് 5 പഠിച്ച്. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത നോക്കിയേ, കാൽസ്യം. നമുക്കറിയാം എല്ലുകളുടെയും പല്ലുകളുടെയും ആവശ്യം എല്ലാം അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കാൽസ്യം ആണ് എന്നറിയാം അല്ലെ? മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യം ആണെന്നറിയാം. അപ്പൊ കാൽസ്യം എവിടെയാണ്? സ്ട്രോങ് ബോൺസിന് വേണ്ടിയുള്ളതാണ് അല്ലെ? സ്ട്രോങ് ബോൺസിന് വേണ്ടിയുള്ളതാണ് കാൽസ്യം. അപ്പൊ നമ്മൾ സ്ട്രോങ് ബോൺസിന് വേണ്ടി എവിടെ പോവാറുണ്ട്?
ജിമ്മിൽ പോവാറുണ്ട്, ജിമ്മില്. അപ്പം കാൽസ്യം ജിപ്സം. ഓർക്കാലോ, സ്ട്രോങ് ബോൺസിന് വേണ്ടി നമ്മൾ എവിടാ പോന്നെ? ജിമ്മിലാ പോന്നെ. അപ്പം കാൽസ്യം ജിപ്സം. ജിപ്സം കാൽസ്യം ഏതാണ്? ജിപ്സം ആണ്. കാൽസ്യം ജിപ്സം ആണ്. അടുത്തത് ടിന്ന്. ടിന്ന് നമ്മൾ പഴയ കാസറ്റ് ഒക്കെ എവിടെ ഇട്ട് വെക്കും? ടിന്നിനകത്ത് ഇട്ട് വെക്കും അല്ലെ? പഴയ കാസറ്റ് ഒക്കെ നമ്മൾ ടിന്നിനകത്ത് ഇടും. അപ്പൊ ടിൻ എന്താണ്? കാസിറ്ററൈറ്റ് എന്ന് ഓർത്താൽ മതി. കാസിറ്ററൈറ്റ്. ടിന്നിനകത്ത് നമ്മൾ എന്തിട്ടു? കാസറ്റ് ഇട്ടു. പഴയ കാസറ്റ് ഒക്കെ ടിന്നിൽ ഇട്ടു. അപ്പൊ ടിന്ന് കാസിറ്ററൈറ്റ്. ടിന്ന് കാസിറ്ററൈറ്റ്. ടിന്ന് ഏതാണ്? കാസിറ്ററൈറ്റ് ആണ്. അടുത്തത് ലെഡ്. ലെഡ്. ലെഡിന് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരെണ്ണം അങ്ങ് പറയാം, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സെറു. സെറു എവിടെ പോയി? ലീവ് ആയപ്പോൾ. സെറു ലീവായി. ഓക്കെ, സെറു ലീവ് ആയപ്പോൾ. സെറു ലീവ് ആയപ്പോൾ ഗലീന. ഗലീന ലീഡറായി ചാർജ് എടുത്തു. ലീഡറായി ചാർജ് എടുത്തു. ലീഡറായി എന്തെടുത്തു? ചാർജ് എടുത്തു. ചാർജ് എടുത്തു. ഓർക്കാലോ? ഓർക്കാലോ എങ്ങനെയാണ്? സെറു ലീവ് ആയപ്പോൾ ഗലീന ലീഡറായി ചാർജ് എടുത്തു. ലീഡറിനകത്ത് തന്നെ ഉണ്ട് ലെഡ്. ലെഡ് ലീഡറിനകത്ത് തന്നെ ആ ലെഡ് ഉണ്ട്. അടുത്തത് ആരാണ് ലീവ് ആയത്? സെറു ആണ്. അപ്പൊ സെറുസൈറ്റ്. ആരാ ലീവ് ആയത്? സെറു. അപ്പൊ സെറുസൈറ്റ്. സെറുസൈറ്റ് ലീവ് ആയപ്പോൾ ആരാ ചാർജ് എടുത്തേ? ഗലീന. അപ്പൊ സെറുസൈറ്റ് ഗലീന. സെറുസൈറ്റ് ഗലീന എന്തെടുത്തു? ലിതാർജ്. ചാർജ് എടുത്തു. ലിതാർജ്. ലിതാർജ്. മൂന്നെണ്ണേ ഉള്ളൂ. പഠിച്ചല്ലോ ലെഡ് ഏതൊക്കെയാ? സെറുസൈറ്റ്. സെറു ലീവ് ആയപ്പോൾ ഗലീന ലീഡറായി ചാർജ് എടുത്തു. സെറുസൈറ്റ് ഗലീന ലിതാർജ്. സെറുസൈറ്റ് ഗലീന ലിതാർജ്. പഠിച്ചല്ലോ? അത് പഠിച്ചല്ലോ. സെറുസൈറ്റ് ഗലീന ലിതാർജ് ഏതാ? ലെഡ്. അടുത്തത് സിങ്ക്. മിക്കവാറും എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് സിങ്ക്. സിങ്ക് ഓർക്കാൻ എളുപ്പമാണ്. നമ്മള് സിങ്ക് നമ്മുടെ ഈ സിങ്ക് ഉണ്ടല്ലോ, അടുക്കളയിലൊക്കെ ഇരിക്കുന്ന സിങ്ക്, ആ സിങ്കിലോട്ട് നമ്മൾ കലം വെച്ചു. കലം വെച്ചപ്പം കലം എന്തായി? ബെൻഡായി എന്ന് ഓർത്താൽ മതി. സിങ്കിലേക്ക് കലം വെച്ചപ്പോൾ കലം ബെൻഡായി. അപ്പൊ സിങ്കിനകത്ത് നമ്മൾ എന്താ വെച്ചേ? കലം വെച്ചു. അപ്പൊ കലാമിൻ. 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 കലാമിൻ ഏതാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. കലമാണ് സിങ്കിനകത്ത് വെച്ചത്. എന്തായി? ബ്ലെൻഡ് ആയി. ബെൻഡ് ആയി. സിങ്ക് ബ്ലെൻഡ്. സിങ്ക് ബ്ലെൻഡ് എന്തായി? ബെൻഡ് ആയി അല്ലെ? കലം ഒന്ന് ബെൻഡ് ആയി. അപ്പൊ സിങ്ക് ബ്ലെൻഡ്. അടുത്തത് ആ പേരിനകത്ത് തന്നെ ഉണ്ട് സിൻസൈറ്റ്. അതൊന്ന് ഓർത്താൽ മതി. സിൻസൈറ്റ് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ കലാമിൻ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കലാമിൻ. അതൊന്ന് ഓർത്തോണം. സിൻസൈറ്റ്. അപ്പൊ ഏതൊക്കെയാണ് സിങ്കിന്റെ ഓർ അല്ലെങ്കിൽ അയിരുകൾ എന്ന് പറയുന്നത്? കലാമിൻ. കലാമിൻ എന്ത് ചെയ്തു? സിങ്കിനകത്തോട്ട് കലം വെച്ചപ്പോ കലം ബെൻഡായി. ബെൻഡായി. അപ്പൊ എന്താണ്? സിങ്കിനകത്ത് എന്ത് വെച്ചു? കലം വെച്ചു. കലാമിൻ. അടുത്തത് സിങ്ക് എന്തായി? ബ്ലെൻഡ് ആയി. ബ്ലെൻഡ്. ബെൻഡ് നമ്മൾ പറഞ്ഞെങ്കിലും ബ്ലെൻഡ് ആണ് കേട്ടോ. സിങ്ക് ബ്ലെൻഡ്. ദെൻ സിൻസൈറ്റ്. സിൻസൈറ്റ് ഓർക്കാലോ? പഠിച്ചല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത കോപ്പർ. കോപ്പർ ഓർക്കാൻ എളുപ്പത്തിൽ ഒന്ന് പറയാം. ചാക്കോമാഷിന്റെ മാല കോപ്പർ ആണ്. ഓക്കെ, ചാക്കോമാഷിന്റെ മാല, സ്ഫടികത്തിനകത്ത് ചാക്കോമാഷിന്റെ മാല എന്താ? കോപ്പർ ആണ് എന്ന് ഓർത്താൽ മതി. കോപ്പർ. അപ്പം കോപ്പർ വെച്ചാണേ പറയുന്നത്. ചാക്കോമാഷ്, ചാക്കോയ്ക്കകത്തുണ്ട് ചാൽക്കോലൈറ്റ്. ചാൽക്കോലൈറ്റ്. ചാൽക്കോലൈറ്റ് എന്താ? കോപ്പറാ. ചാൽക്കോലൈറ്റ്. ചാക്കോമാഷിന്റെ എന്താ കോപ്പർ? മാലയാണ്. അപ്പം മാലക്കൈറ്റ്. അപ്പം ചാൽക്കോലൈറ്റ്, മാലക്കൈറ്റ്. ചാക്കോലൈറ്റ്, മാലക്കൈറ്റ്. എന്താണത്? കോപ്പർ പൈറൈറ്റിസ്. കോപ്പർ ആണ് അല്ലെ? അപ്പം കോപ്പർ പൈറൈറ്റിസ്. മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കോപ്പർ പൈറൈറ്റിസ്. ഓർക്കാലോ? അപ്പൊ അടുത്ത 5 എണ്ണം നമ്മൾ പഠിച്ചു. മൊത്തം 10 എണ്ണം പഠിച്ചു. നിങ്ങൾ അറിഞ്ഞോ? ഇല്ല, 10 എണ്ണം നമ്മൾ പഠിച്ചു. അപ്പൊ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. നോക്കട്ടെ. ക്രയോലൈറ്റ്. ഏത് ലോഹത്തിന്റെ അയിരാണ് ക്രയോലൈറ്റ്? പറഞ്ഞോ? നിങ്ങൾക്കറിയാം, പറഞ്ഞോ ഏതാണ്? വെരി ഗുഡ്. ഏതാ? അലൂമിനിയം ആണല്ലേ? അലൂമിനിയം ബോക്സിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. അപ്പൊ അലൂമിനിയത്തിന്റെ ബോക്സൈറ്റും ക്രയോലൈറ്റും പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് കാസിറ്ററൈറ്റ്. കാസിറ്ററൈറ്റ് ഏതാണ്? കാസിറ്ററൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? കാസിറ്ററൈറ്റ്. കാസിറ്ററൈറ്റ് അറിയാം. പഴയ കാസറ്റ് എല്ലാം നമ്മൾ എവിടെ ഇട്ടു? ടിന്നിനകത്ത് ഇട്ട് വെച്ചു. അപ്പം ടിന്നാണ്
കാസിറ്ററൈറ്റ്. വെരി ഗുഡ്, കാസിറ്ററൈറ്റ് ടിന്ന്. അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിന്റെ അയിര് ഏതാണ്? കാൽസ്യത്തിന്റെ അയിര്, കാൽസ്യം സ്ട്രോങ് ബോൺസ് ആണ്. സ്ട്രോങ് ബോൺസിന് വേണ്ടി നമ്മൾ എവിടെ പോകും? ജിമ്മിന് പോകും. അപ്പൊ കാൽസ്യം ജിപ്സം. കാൽസ്യം ഏതാണ്? ജിപ്സം ആണ്. കാൽസ്യം ജിപ്സം. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം. മഗ്നീഷ്യം, മഗ്നീഷ്യത്തിന്റെ ഏതാണ്? ഏതോറാണ് മഗ്നീഷ്യത്തിന്റെ? ആ പേരിനകത്ത് തന്നെ ഉണ്ട് മഗ്നീഷ്യം മാഗ്നസൈറ്റ്. മഗ്നീഷ്യം മാഗ്നസൈറ്റ്. പിന്നെ ഒരെണ്ണോടുണ്ട് ഡോളമൈറ്റ്. അതൊന്ന് ഓർത്തിരുന്നോണം. അടുത്തത് പൊട്ടാസ്യം. പൊട്ടാസ്യം, പൊട്ടാസ്യത്തിന്റെ ഏതാ? വെരി ഗുഡ്, പൊട്ടാസ്യത്തിന്റെ ഏതാ? കാർണലൈറ്റ് അല്ലേ? കാർണലൈറ്റ് ഏതാ? കാർണലൈറ്റ് പൊട്ടിപ്പോയി. പൊട്ടാസ്യം കാർണലൈറ്റ്. പൊട്ടാസ്യം കാർണലൈറ്റ്. അപ്പൊ ഇരുമ്പിന്റെ ഏതൊക്കെയാണ്? ഇരുമ്പ് പറഞ്ഞോ. ഇരുമ്പിന്റെ ഏതൊക്കെയാ? പറഞ്ഞു നോക്കൂ. ഇരുമ്പിന്റെ ഏതൊക്കെയാണ്? വെരി ഗുഡ്. ഇരുമ്പിന്റെ ഏതൊക്കെയാണ്? ഹേമസീഡി അയൺ ചെയ്തു, അതിനകത്തുണ്ട്. ഹേമറ്റൈറ്റ് അല്ലെ? ഹേമറ്റൈറ്റ്, ഹേമസീഡി, സിഡറൈറ്റ്, അതേപോലെ തന്നെ അയൺ ചെയ്തു, അയൺ പൈറൈറ്റിസ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ കോപ്പറിന്റെ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചു ചാക്കോ മാഷിന്റെ മാല കോപ്പർ ആണ്. ചാൽക്കോലൈറ്റ്, മാലക്കൈറ്റ്, ദെൻ കോപ്പർ പൈറൈറ്റ്സ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ കലാമിൻ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ. കലാമിൻ നമുക്കറിയാം, സിങ്കിനകത്ത് കലം വെച്ചപ്പോൾ കലം ബ്ലെൻഡ് ആയി. അപ്പൊ ഏതൊക്കെയാണ്? സിങ്കിന്റെ ആണ് കലാമിൻ. സിങ്കിന്റെ ഏതൊക്കെയാണ് അയിരുകൾ എന്ന് പറയുന്നത്? സിങ്കിന്റെ ഏതൊക്കെയാ? കലാമിൻ, സിങ്ക് ബ്ലെൻഡ്, ദെൻ സിൻസൈറ്റ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേ. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. യുറേനിയം. യുറേനിയം, യുറേനിയം എന്താണ്? കാർണോടൈറ്റ് പിച്ച് ബ്ലെൻഡ്. കാർണോടൈറ്റ് പിച്ച് ബ്ലെൻഡ്. ഓർക്കാൻ എളുപ്പത്തിനാണ് പറയുന്നത്. കാർണോമാര് ടൈറ്റ് ആയിട്ട് പിച്ച് എന്ന് ഓർത്താൽ മതി. കാർണോമാര് ടൈറ്റ് ആയിട്ട് പിച്ച്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ചാൽ കാർണോമാർ എന്ത് ചെയ്യും? ടൈറ്റ് ആയിട്ട് അങ്ങ് പിച്ചു അല്ലെ? മുറുക്ക പിച്ചും. അപ്പൊ കാർണോടൈറ്റ് പിച്ച് ബ്ലെൻഡ്. കാർണോടൈറ്റ് പിച്ച് ബ്ലെൻഡ് എന്താ? യുറേനിയം. യുറേനിയം കാർണോടൈറ്റ് പിച്ച് ബ്ലെൻഡ്. ദെൻ തോറിയം. തോറിയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ത്രോ ചെയ്യാണ്. തോറിയത്തിനകത്ത് ത്രോ ഓർത്താൽ മതി. ത്രോ ചെയ്യാന്ന് പറഞ്ഞാൽ എറിയ അല്ലേ? നമ്മൾ എറിയുമ്പോ മൊത്തത്തിൽ വാരിക്കൂട്ടിയാണോ നമ്മൾ എറിയുന്നത്? നമ്മൾ പെട്ടെന്ന് ഒരു കല്ലെടുത്തിട്ടായിരിക്കും എറിയുന്നത്. അപ്പൊ ഒന്ന് മോണോസൈറ്റ് ഓർക്കാലോ. ത്രോ മോണോസൈറ്റ്. തോറിയം മോണോസൈറ്റ്. നമ്മൾ എറിയുന്നത് സിംഗിൾ ആയിട്ടാണ് അല്ലെങ്കിൽ മോണോ ആയിട്ടാണ്. അപ്പം മോണോസൈറ്റ്. തോറിയം എന്താണ്? മോണോസൈറ്റ്. ഓർക്കാലോ. തോറിയം മോണോസൈറ്റ്. അടുത്തത് മെർക്കുറി. മെർക്കുറി ഓർക്കാനായിട്ടുള്ള എളുപ്പ വഴിയുണ്ട്. ചെറിയ ഗ്രഹം, ചിഹ്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? മെർക്കുറി. അപ്പൊ സിന്നബാർ. ചിഹ്ന ഗ്രഹം. മെർക്കുറി സിന്നബാർ. സിന്നബാർ ഓർക്കാലോ. മെർക്കുറി എന്താണ്? സിന്നബാർ. അടുത്തത് സ്വർണം ഓർക്കാന് സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് ഓർത്താൽ മതി അല്ലെ? സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തുമ്പോ എന്ത് ചെയ്യും? സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തുമ്പോ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യും അല്ലെ? സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തുമ്പോ അറസ്റ്റ് ചെയ്യും. അപ്പം ബിസ്മിത്ത് അറേറ്റ് ആണ്. സ്വർണം എന്താണ്? ബിസ്മിത്ത് അറേറ്റ്. ബിസ്ക്കറ്റ് കടത്തിയപ്പോ അറസ്റ്റ് ചെയ്തു. ബിസ്മത്ത് അറേറ്റ്. ക്ലിയർ ആയോ? അടുത്തത് ആന്റിമണി ഓർക്കാൻ വേണ്ടി പറയാണ്. ആന്റി മണി കൊടുത്ത് സിബുള്ള നൈറ്റി വാങ്ങി ഓർത്താൽ മതി. ആന്റി മണി കൊടുത്ത് എന്ത് ചെയ്തു? സിബുള്ള ഒരു നൈറ്റി വാങ്ങി. അപ്പൊ ആന്റിമണി എന്താണ്? സ്റ്റിപ്പ് നൈറ്റ് ആണ്. സിബുള്ള ഒരു നൈറ്റി വാങ്ങി. ആന്റിമണി സ്റ്റിപ്പ് നൈറ്റ്. ആന്റിമണി എന്താണ്? സ്റ്റിപ്പ് നൈറ്റ് ആണ്. ആന്റിമണി സ്റ്റിപ്പ് നൈറ്റ്. ഓർക്കാവേ. അപ്പൊ ഈ 5 ഞാനൊന്ന് ചോദിച്ചോട്ടെ. കാർണോടൈറ്റ് പിച്ച് ബ്ലെൻഡ് എന്തിന്റെ ആണ്? യുറേനിയത്തിന്റെ ഓറാണ് അല്ലെ? വെരി ഗുഡ്, യുറേനിയം. അങ്ങനെയാണെങ്കിൽ മെർക്കുറിയുടെ അയിര് ഏതാണ്? മെർക്കുറിയുടെ അയിര് വെരി ഗുഡ്. ഏതാ? മെർക്കുറി ചിഹ്നബാർ ആണ് അല്ലെ? ചിഹ്നഗ്രഹമാണ്. അപ്പം സിന്നബാർ. അങ്ങനെയാണെങ്കിൽ തോറിയത്തിന്റെ ഓറ ഏതാണ്? തോറിയം. ത്രോയാണ്. എങ്ങനെയാ? സിംഗിൾ ആയിട്ടാ ത്രോ ചെയ്യുന്നത്? മോണോ ആയിട്ടാണ്. അപ്പം മോണോസൈറ്റ്. വെരി ഗുഡ്, മോണോസൈറ്റ്.
അങ്ങനെയാണെങ്കിൽ ബിസ്മിത്ത് അറേറ്റ് എന്തിന്റെ അയിരാണ്? ബിസ്മിത്ത് അറേറ്റ്. ബിസ്മിത്ത് അറേറ്റ് എന്താ? സ്വർണം ബിസ്ക്കറ്റ് കടത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഏതാ? സ്വർണം. ബിസ്മത്ത് അറേറ്റ് സ്വർണം. ഇനി ആന്റിമണി. ആന്റിമണിയുടെ ഓർ എന്താണ്? ആന്റിമണി കൊടുത്ത് സിബുള്ള നൈറ്റ് വാങ്ങി. അപ്പൊ ആന്റിമണി സ്റ്റിബ് നൈറ്റ്. സ്റ്റിബ് നൈറ്റ്. നിങ്ങൾക്ക് കോഡ് വേണ്ടാത്തവരല്ലാതെ പഠിക്കാം, കോഡ് വേണ്ടുന്നവർ അതനുസരിച്ച് പഠിക്കാം. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഉത്തരം നമ്മുടെ കിട്ടണം. നമുക്ക് അത്രേ ഉള്ളൂ. എങ്ങനെ പഠിച്ചാലും വേണ്ടിയില്ല, ആ ഉത്തരം ആ ഓപ്ഷൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഉത്തരം വരണം. അയ്യോ അതാണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ വരാൻ പാടില്ല. ക്ലിയർ ആയേ? അങ്ങനെയാണെങ്കിൽ അടുത്ത പറയാണ് ബോറോണ്. നമുക്കറിയാം സൺഡേ ഭയങ്കര രസമാണ്, പക്ഷെ തിങ്കളാവുമ്പോ എന്ത് ചെയ്യും? നമുക്ക് ബോറാവും അല്ലെ? തിങ്കൾ ജോലിക്ക് പോകണം, പിള്ളേരെ വിടണം, അങ്ങനെയൊക്കെ ഉള്ളപ്പോ നമുക്ക് ഭയങ്കര ബോറാണ് അല്ലെ? അപ്പൊ ബോറോൺ തിങ്കൽ ഓർക്കാലോ. ബോറോൺ തിങ്കൽ. തിങ്കൽ എന്ന് പകരം തിങ്കൽ എന്ന് ഓർത്താ മതി. ബോറോൺ തിങ്കൽ. ബോറോൺ തിങ്കൽ. അടുത്തത് ടൈറ്റാനിയം ആണ്. ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന് നൈറ്റ് എന്ത് തെറ്റി? റൂട്ട് തെറ്റി. ടൈറ്റാനിയത്തിന് നൈറ്റ് റൂട്ട് തെറ്റി എന്ന് ഓർത്താ മതി. റൂട്ട് തെറ്റി. റൂട്ട് തെറ്റി. ടൈറ്റാനിയത്തിന് നൈറ്റ് റൂട്ട് തെറ്റി. അപ്പൊ ഏതൊക്കെയാണ്? റൂട്ട് അല്ലെ? റൂട്ടൈൽ. റൂട്ടൈൽ. റൂട്ട് റൂട്ടൈൽ. എന്ത് തെറ്റി? നൈറ്റിൽ വഴി തെറ്റി. ഇൽമനൈറ്റ്. ഇൽമനൈറ്റ്. ഓർക്കാലോ ടൈറ്റാനിയത്തിന്റെ ഏതാണ്? റൂട്ടൈലും ഇൽമനൈറ്റും. റൂട്ടൈലും ഇൽമനൈറ്റും ഓർക്കാലോ. അടുത്തത് മാംഗനീസ് ആണ്. മാംഗനീസ്. മാംഗനീസിന്റെ ഏതാണെന്ന് അറിയാമോ? പെറോലുസൈറ്റ് ആണ്. പെറോലുസൈറ്റ്. അറ്റോമിക് നമ്പർ 25 ആണെന്ന് അറിയാം. പെറോലുസൈറ്റ് ആണ് മാംഗനീസ്. മാംഗനീസ് പെറോലുസൈറ്റ്. പൈറോലുസൈറ്റ്. പൈറോലുസൈറ്റ് ആണ് മാംഗനീസ്. അടുത്ത വനേഡിയം. വനേഡിയത്തിന് രണ്ടെണ്ണം നമുക്ക് ഊഹിക്കാം, കോഡ് വെച്ച് പഠിക്കാം. ഒന്ന്, വാനിൽ പെട്രോൾ അടിക്കണമെന്ന് ഓർക്കാം. വാനിൽ പെട്രോൾ അടിക്കണം. അല്ലെങ്കിൽ പെട്രോമാക്സ് ലൈറ്റ് കൊണ്ട് വനത്തിൽ പോയി. പെട്രോമാക്സ് ലൈറ്റ് കൊണ്ട് വനത്തിൽ പോയി. എളുപ്പത്തിൽ നമുക്ക് വാനിൽ ലൈറ്റ് അടിക്കണം അല്ലെങ്കിൽ പെട്രോൾ അടിക്കണം എന്നോർത്താൽ മതി. വാനിൽ പെട്രോൾ അടിക്കണം. അപ്പൊ വനേഡിയം എന്താണ്? പെട്രോനൈറ്റ് ആണ്. പെട്രോനൈറ്റ്. വനേഡിയം പെട്രോനൈറ്റ്. വാനിൽ എന്തടിക്കണം? പെട്രോൾ അടിക്കണം. വനേഡിയം പെട്രോനൈറ്റ്. പെട്രോനൈറ്റ്. അടുത്തത് നിക്കൽ ആണ് അല്ലെ? നിക്കല് പെൻലാൻഡൈറ്റ് ആണ്. പെൻലാൻഡൈറ്റ്. പെൻലാൻഡൈറ്റ്. നിക്കൽ എന്താണ്? പെൻലാൻഡൈറ്റ്. പെൻലാൻഡൈറ്റ്. അടുത്ത സിൽവർ. സിൽവർ അതിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് AG ആണ് സിൽവറിന്റെ സിമ്പൽ എന്നറിയാം. അപ്പൊ ഒന്നെങ്കിൽ സിൽവറിന്റെ സിമ്പൽ വെച്ച് അങ്ങ് പഠിക്കാം. അർജന്റൈറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ അർജന്റ് ആയിട്ട് നമുക്ക് സിൽവർ വാങ്ങണം. അർജന്റ് ആയിട്ട് സിൽവർ വാങ്ങി. സിൽവർ അർജന്റൈറ്റ്. അല്ലെങ്കിൽ ആ ഒരു സിമ്പൽ വെച്ച് ഓർത്താലും മതി. അർജന്റൈറ്റ് സിൽവർ. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഓർസ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ റിവിഷൻ ചെയ്തു പോവാം. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? എല്ലാം ഒന്നുമില്ല, നിങ്ങൾ പഠിച്ചോ ഇല്ലയോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ജസ്റ്റ് നമ്മളൊന്ന് റിവിഷൻ ചെയ്യുന്നു. ആദ്യം തന്നെ ഹേമറ്റൈറ്റ് എല്ലാവർക്കും അറിയാം. ഏതാ ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞേ? വെരി ഗുഡ്. ഏതാണ്? ഇരുമ്പ്. ഹേമറ്റൈറ്റ് ഏതാണ്? ഇരുമ്പാണ് അല്ലെ? ഹേമറ്റൈറ്റ് ഇരുമ്പ്. ഹേമറ്റൈറ്റ് ഏതാണ്? ഇരുമ്പ്. ഹേമറ്റൈറ്റ് മാത്രമേ ഉള്ളൂ ഇരുമ്പ്? അല്ല. ഹേമ CD അയൺ ചെയ്തു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഹേമറ്റൈറ്റ് ഉണ്ട്, സിഡറൈറ്റ് ഉണ്ട്, ദെൻ അയൺ ചെയ്തു, അയൺ പൈറൈറ്റ്സ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് കാൽസ്യം. കാൽസ്യം എന്താണ്? സ്ട്രോങ് ബോൺസ് ആണ്. എവിടെ പോണം? ജിമ്മിൽ പോണം. അപ്പൊ ഏതായിരുന്നു കാൽസ്യത്തിന്റെ അയിര്? വെരി ഗുഡ്. ഏതാ? പെട്ടെന്ന് പറഞ്ഞു. ജിപ്സം. വെരി ഗുഡ്. ജിപ്സം. അങ്ങനെയാണെങ്കിൽ അടുത്തത് വനേഡിയം. വനേഡിയം. വനേഡിയത്തിന്റെ അയിര് ഏതാണ്? വനേഡിയം. നമ്മൾ പഠിച്ചതാ വനേഡിയം. ഏതായിരുന്നു? എങ്ങനെയാ നമ്മൾ പഠിച്ചേ? വാനിൽ പെട്രോൾ അടിക്കണം. പെട്രോനൈറ്റ്. വനേഡിയം പെട്രോനൈറ്റ്. വനേഡിയം പെട്രോനൈറ്റ്. അങ്ങനെയാണെങ്കിൽ ബോറോണോ? ബോറോൺ. സൺഡേ നല്ല രസോ. തിങ്കളാവുമ്പോ എന്താണ്? ബോറാണ്. അപ്പം ബോറോണ് തിങ്കൾ. ബോറോൺ തിങ്കൾ. അടുത്തത് കലാമിൻ. കലാമിൻ. എന്തിന്റെ അയിരാണ് കലാമിൻ? എന്തിന്റെ അയിരാണ് കലാമിൻ? വെരി ഗുഡ്. ഏതാണ്? സിങ്ക് അല്ലെ? കലം. സിങ്കിൽ കലം വെച്ചപ്പോൾ കലം എന്തായി? ബ്ലെൻഡ് ആയി എന്നാ നമ്മൾ പഠിച്ചത്. ബ്ലെൻഡ് ആയി. അപ്പൊ സിങ്കിന്റെ ഏതൊക്കെയാണ്? കലാമിൻ, സിങ്ക് ബ്ലെൻഡ്. കലാമിൻ, സിങ്ക് ബ്ലെൻഡ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം. മെർക്കുറി.
മെർക്കുറി എന്തിന്റെ മെർക്കുറിയുടെ അയിര് ഏതാണ്? മെർക്കുറി നമുക്കറിയാം എന്താ, ചിഹ്നഗ്രഹമാണ്. അപ്പം സിന്നബാർ, മെർക്കുറി സിന്നബാർ, മെർക്കുറി സിന്നബാർ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ടിന്നിന്റെ ഏതാണ്? ടിന്ന് നമുക്കറിയാം, പഴയ കാസറ്റ് ഒക്കെ നമ്മൾ എവിടെ ഇട്ടു? ടിന്നിനകത്ത് ഇട്ടു. അപ്പൊ അതിനകത്ത് തന്നെ ഉണ്ട് എന്ത്? കാസിറ്ററൈറ്റ്. ഏതാണ്? കാസിറ്ററൈറ്റ്. വെരി ഗുഡ്. അപ്പൊ നിങ്ങള് ഒരുവിധം എല്ലാം പഠിച്ചു. അപ്പൊ ഇതിങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് ഇതിനകത്തുനിന്നുണ്ട്, പഠിച്ചോളുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരത്തെ നമ്മളൊരു ചോദ്യത്തിൽ നിന്നല്ല ഇങ്ങോട്ട് വന്നത്. ആ ചോദ്യം ഒന്ന് നോക്കാം. നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഒന്നും വേണ്ട. ബോക്സൈറ്റ് ഉണ്ട്, കോപ്പർ ഗ്ലാൻസ് ഉണ്ട്, ഹേമറ്റൈറ്റ് ഉണ്ട്, സിനബാർ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി സിനബാർ ആണ് അല്ലേ? വെരി ഗുഡ്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് ഏതാണ്? സിനബാർ ആണ്, സിനബാർ. അങ്ങനെയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നതാണ് അലൂമിനിയം ബോക്സൈറ്റ്. അതിന്റെ രാസസൂത്രം ഒന്ന് ഓർത്തിരിക്കാം. അയണിന്റെ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, നമ്മൾ എന്ത് പറഞ്ഞു? അയൺ പൈറൈറ്റ്സ് പറഞ്ഞു, സിഡറ്റൈറ്റ് പറഞ്ഞു അല്ലെ? ഇതെല്ലാം അയണിന്റെ അയിരുകളാണ്. അടുത്ത കോപ്പർ ആവുമ്പം ഏതാ? കോപ്പറിന്റെ നമ്മൾ പഠിച്ച എങ്ങനായിരുന്നു? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഓർത്തേ നിങ്ങള്. കോപ്പറിന്റെ എങ്ങനെയാണ്? വെരി ഗുഡ്. എങ്ങനാ? ചാക്കോമാഷിന്റെ മാല കോപ്പർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ചാക്കോലൈറ്റ് നമ്മൾ അവിടെ പഠിച്ചു. പിന്നെ കോപ്പർ പൈറൈറ്റിസ് പഠിച്ചു, കുപ്രൈറ്റ് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊന്നാണ് എന്ത്? മാലക്കൈറ്റ്. ഇതെല്ലാം കോപ്പറിന്റെ അയിരുകളാണ്. ഇവിടെ കുപ്രൈറ്റൂഡ് ഉണ്ട്, കുപ്രൈറ്റൂഡ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത സിങ്ക് നമ്മൾ പറഞ്ഞ ഏതാണ്? സിങ്കിൽ കലം വെച്ചപ്പോൾ കലം ബ്ലെൻഡ് ആയി. ഇപ്പൊ സിങ്ക് കലാമിന്, അതേപോലെ തന്നെ സിങ്ക് ബ്ലെൻഡ്. അതേപോലെ സിൻറ്റൈറ്റും ഉണ്ട് കേട്ടോ. സിൻസൈറ്റും സിങ്കിന്റെ അയിരാണ്, ഒന്ന് ഓർത്തിരുന്നാൽ മതി. സിൻസൈറ്റ്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിന്? അലൂമിനിയം ആണോ, കോപ്പർ ആണോ, സിങ്ക് ആണോ, ഇരുമ്പാണോ? വെരി ഗുഡ്, സിങ്ക്. ഓപ്ഷൻ സി സിങ്ക് അല്ലെ? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്കിന്റെ അയിരാണ് കലാമിൻ. നാഗം എന്നറിയപ്പെടുന്നത് സിങ്ക് ആണ്, നാഗം. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം, ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. പൗഡർ, ക്രീം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് സംയുക്തം റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന, പെയിന്റിലെ വെളുത്ത വർണ്ണകമായി ഉപയോഗിക്കുന്നതൊക്കെ സിങ്ക് ഓക്സൈഡ് ആണെന്ന് ഓർത്തിരിക്കുക. റേഡിയന്റ് ആയിട്ട് അല്ലെങ്കിൽ റോഡന്റിസൈഡ് എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കള് സിങ്ക് ഫോസ്ഫൈഡ്, ആഴ്സനിക് സൾഫൈഡ് എന്നിവയാണ്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത ഇരുമ്പിന്റെ ധാതുവാണ് ഏത്? ഇൽമനൈറ്റ് ആണോ, മാലക്കൈറ്റ് ആണോ, ഹേമറ്റൈറ്റ് ആണോ, എവറി ആണോ? ഇരുമ്പിന്റെ ധാതു ഏതാണ്? ഇരുമ്പിന്റെ ധാതു നമ്മൾ പഠിച്ച ഇരുമ്പ് ഏതാണ്? ഇൽമനൈറ്റ് ആണോ അതോ മാലക്കൈറ്റ് ആണോ? അല്ലേ, മാലക്കൈറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു കോപ്പറിന്റെ ആണ്. ഹേമറ്റൈറ്റ് എന്തിന്റെയാണ്? ഇരുമ്പിന്റെ ആണ്. അപ്പൊ ഇരുമ്പിന്റെ ധാതു ഏതാണ്? ഹേമറ്റൈറ്റ്. അറ്റോമിക് നമ്പർ 26 അല്ലെ? ഇരുമ്പിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. ഭൂമിയുടെ അഗ്നികാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? അതും ഇരുമ്പാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അയിര് മാഗ്നറ്റൈറ്റ് ആണ്. അതേപോലെ തന്നെ വ്യാവസായികമായി ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ഹേമറ്റൈറ്റ് ആണ്. ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഫാസ്റ്റ് ഫർണൻസ് ആണ്. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം പച്ചിരുമ്പാണ്. ഇത് പഠിച്ചു വെച്ചോണം, ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം പച്ചിരുമ്പ് അല്ലെങ്കിൽ റോട്ട് അയൺ. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? പച്ചിരുമ്പ് അല്ലെങ്കിൽ റോട്ട് അയൺ ആണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. അടുത്ത ചോദ്യം നോക്കി. താഴെ തന്നിരിക്കുന്ന അയിരുകളിൽ ഒരു സൾഫൈഡ് അയിരിന് ഉദാഹരണമാണ്. സൾഫൈഡ് അയിരിന് ഉദാഹരണം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സൾഫൈഡ് അയിരിന് ഉദാഹരണം? ഏതാ? സിങ്ക് ബ്ലെൻഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി സിങ്ക് ബ്ലെൻഡ് ആണ് സൾഫൈഡ് അയിരിന് ഉദാഹരണം. ഓക്കെ, അപ്പൊ നമ്മുടെ റെഗുലർ ബാച്ചില് എല്ലാ ദിവസവും വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്, മൈക്രോ നോട്ട്സ്, മാജിക് മന്ത്ര, ദെൻ OMR എക്സാം ഉണ്ട്. എല്ലാ ദിവസവും OMR എക്സാം ഉണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ OMR എക്സാം നമ്മൾ നടത്തുന്നുണ്ട്. അത് കൂടാതെ എല്ലാ ദിവസവും നമ്മൾ അന്ന് തന്നിരിക്കുന്ന ഒരു ദിവസം തന്നിരിക്കുന്ന വിഷയങ്ങളുടെ പോൾ വർക്കൗട്ട് എക്സാം 9 മണിക്ക് കൃത്യം 9 മണിക്കാണ് നമ്മുടെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക, പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം.
അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം. വരട്ടെ, ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് എന്തറിയണം? സാന്ദ്രണ മാർഗം അറിയണം അല്ലേ? മെയിൻ ആയിട്ട് സാന്ദ്രണ മാർഗം എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, ലീച്ചിങ്, കാന്തിക വിഭജനം. ഇതെല്ലാം എന്താണെന്ന് അറിയണമല്ലോ. അറിയണേ. അപ്പൊ നമുക്ക് അതൊന്ന് പഠിച്ചിട്ട് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. നോക്കി, ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റൽ അലർജി എന്ന് പറയുന്നത്. എന്താണ് ലോഹ നിഷ്കർഷണം? ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള ഒരു ഓറിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കും അല്ലെ? അപ്പൊ ബോക്സൈറ്റിൽ നിന്ന് നമ്മൾ എന്ത് വേർതിരിച്ചെടുക്കും? അലൂമിനിയം വേർതിരിച്ചെടുക്കും. അലൂമിനിയത്തിന്റെ ശുദ്ധമായിട്ടുള്ള അലൂമിനിയം വേർതിരിച്ചെടുക്കും. അതുവരെയുള്ള ഈ അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളെയും നമ്മൾ പറയുന്ന പേരാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റൽ അലർജി. ഇതിന് 3 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 3 ഘട്ടങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ഘട്ടമാണ് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. അയിരുകളുടെ സാന്ദ്രണം. 2, നമ്മൾ ഈ അയിരുകളെ സാന്ദ്രീകരിച്ചല്ലോ. ഈ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ എന്ത് ചെയ്യും? വേർതിരിച്ചു. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. അടുത്തതാണ് ലോഹ ശുദ്ധീകരണം, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ലോഹത്തെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കുക. അപ്പൊ 3 ഘട്ടമാണ്. എന്തൊക്കെയാണ്? അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, then ലോഹത്തെ ശുദ്ധീകരിക്കൽ അല്ലെങ്കിൽ ലോഹ ശുദ്ധീകരണം. 3 ഘട്ടം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഓരോ ഘട്ടവും പഠിക്കാം. ഒന്ന് നമ്മള് അയിരുകളുടെ സാന്ദ്രണമാണ് അല്ലെ? കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് ആണ് ഒന്നാമത്തെ ഘട്ടം. ഈ ഒന്നാമത്തെ ഘട്ടം അയിരുകളുടെ സാന്ദ്രണത്തിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്കറിയാം ഒരു അലൂമിനിയം അല്ലെങ്കിൽ ഒരു ലോഹം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ അലൂമിനിയം എന്ന് പറയുന്ന ഒരു ലോഹം എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു അയിരും കാണും, അതേപോലെ തന്നെ ഒരു മാലിന്യവും കാണും അല്ലെ? ഒരു അയിരും കാണും, ഒരു മാലിന്യവും കാണും. ക്ലിയർ ആയോ? ഞാനൊരു ലോഹം എടുക്കുകയാണ്, ആ ലോഹത്തിനകത്ത് എന്തും കാണും? ഒരു അയിരും കാണും, ഒരു മാലിന്യവും കാണും. ഇപ്പൊ ഞാൻ ഇരുമ്പ് എടുക്കുകയാണ്, അയൺ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാണും? ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു അയിരും കാണും, അതിന്റെ കൂടെ ഒരു മാലിന്യവും കാണും അല്ലെ? ഒരു മാലിന്യവും കാണും. ഈ മാലിന്യത്തെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് അപദ്രവ്യം. ക്ലിയർ ആയോ? മാലിന്യത്തെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? അപദ്രവ്യം. മാലിന്യത്തെ പറയുന്ന വേറൊരു പേരാണ് അപദ്രവ്യം. ഈ അപദ്രവ്യം, മാലിന്യം എന്നിവയെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഗ്യാങ് എന്ന് പറയുന്നത്. 3 പേരാ. മാലിന്യത്തിന്റെ തന്നെ സെയിം പേരാണ് അപദ്രവ്യവും ഗ്യാങ്. ഇനി സംശയം ഒന്നും വരില്ല, എന്താ ഈ ഗ്യാങ്? അയ്യോ എന്തുവാ ഈ ഗ്യാങ് ഇതിനകത്തൊക്കെ വരുന്നത്? ഒന്നുമില്ല. നമ്മളൊരു ലോഹം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അയിരും കാണും, ഒരു മാലിന്യവും കാണും. അപ്പം അലൂമിനിയം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അയിര് ബോക്സൈറ്റ് ആണ്, ബോക്സൈറ്റിന്റെ കൂടെ എന്തും കാണും? ഒരു മാലിന്യം കാണും. ഈ മാലിന്യത്തെ പറയുന്ന മറ്റൊരു പേരാണ് അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ്. ക്ലിയർ ആയോ? അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ്. ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ നമുക്കൊരു പദാർത്ഥം ഉപയോഗിക്കണം അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഈ മാലിന്യത്തെ നീക്കം ചെയ്യണം. മാലിന്യം അല്ലെങ്കിൽ അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ്ങിനെ നമുക്ക് എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമുണ്ട്. ആ പദാർത്ഥമാണ് ഫ്ലക്സ്. ക്ലിയർ ആയോ? ഫ്ലക്സ്. അപ്പൊ എന്താ ഈ ഫ്ലക്സ്? ഈ മാലിന്യം അല്ലെങ്കിൽ അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് എന്ത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാങ്ങും അതേപോലെ തന്നെ ഫ്ലക്സും കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്നതാണ് സ്ലാഗ്. അപ്പൊ എന്താ സ്ലാഗ്? ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്ന പദാർത്ഥമാണ് സ്ലാഗ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ബേസ് ആണ്. ഒന്നുകൂടെ പറയാം. നമ്മൾ അലൂമിനിയം എന്ന് പറയുന്ന ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ, ഒരു ലോഹം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അയിരും കാണും, ഒരു മാലിന്യവും കാണും. മാലിന്യത്തെ പറയുന്ന മറ്റൊരു പേരാണ് അപദ്രവ്യം, അല്ല എങ്കിൽ ഗ്യാങ്. ഈ ഗ്യാങ്ങിനെ അല്ലെങ്കിൽ മാലിന്യത്തെ നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫ്ലെക്സ്. ഗ്യാങ്ങും ഫ്ലെക്സും കൂടി ചേരുന്നതാണ് സ്ലാഗ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി അയിരുകളുടെ സാന്ദ്രണത്തിലേക്ക് വരാം. കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. നമ്മൾ മുമ്പ് 4 പറഞ്ഞായിരുന്നു അല്ലെ? കാന്തിക വിഭജനം, അതേപോലെ തന്നെ ലീച്ചിങ്, പ്ലവന പ്രക്രിയ, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അതിൽ ഒന്നാമത്തത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ ലെവിഗേഷൻ ഓഫ് ഹൈഡ്രോളിക് വാഷിങ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അതിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അല്ലെങ്കിൽ മാലിന്യം, നമുക്ക് വേറൊരു കളർ കൊടുക്കാം, മാലിന്യത്തിന്റെ ഡെൻസിറ്റി കുറവും മറ്റേ വേറൊരെണ്ണം ഉണ്ടല്ലോ, എന്താ, ഓർ അല്ലെ, അതിന്റെ അയിരിന്റെ സാന്ദ്രത കൂടിയതുമായ പദാർത്ഥങ്ങളിലാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന പ്രക്രിയ നടക്കുന്നത്. എവിടാണ്? മാലിന്യത്തിന്റെ ഡെൻസിറ്റി കുറവും അയിരിന്റെ ഡെൻസിറ്റി കൂടുതലുമായിട്ടുള്ളത്. ക്ലിയർ ആയോ? മാലിന്യത്തിന്റെ ഡെൻസിറ്റി കുറവും അയിരിന്റെ സാന്ദ്രത കൂടിയതുമായിരിക്കണം. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉയർന്ന ലോഹം എന്ത് ചെയ്യും? താഴെ വന്ന് കിടക്കും അല്ലെ? താഴ്ന്ന ലോഹം എന്ത് ചെയ്യും? താഴെ വന്ന് അടിഞ്ഞു കിടക്കും. ക്ലിയർ ആയോ? അതാ ഇവിടെ പറയുന്നേ, അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. ഇത് എവിടെയാണ് നടക്കുന്നത്? ഓക്സൈഡ് അയിരുകളുടെയും സ്വർണത്തിന്റെ അയിരുകളുടെയും സാന്ദ്രണമാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഇമ്പോർട്ടന്റ്. എക്സാമ്പിൾ പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്താണ്? മാലിന്യത്തിന്റെ ഡെൻസിറ്റി കുറവാണ്, അയിരിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇത് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത്. കണ്ടോ, സാന്ദ്രീകരിച്ച അയിരിനെ നമുക്ക് ഇതിലേക്കൂടെ വേർതിരിച്ചെടുക്കാം. ഇത് എവിടെയാണ് നടക്കുന്നത്? ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിലും സ്വർണത്തിന്റെ അയിരുകളുടെ സാന്ദ്രണത്തിലുമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് നടക്കുന്നത്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് പ്ലവന പ്രക്രിയ. എന്താണ് പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. മാലിന്യത്തിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? മാലിന്യത്തിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓറിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത്. അപ്പൊ ലോഹം എവിടെ നിൽക്കും? മുകളിൽ വന്ന് കിടക്കും. ലോഹം മുകളിൽ വന്ന് കിടക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി, ഇത് എവിടേക്കാണ് നടക്കുന്നത്? സൾഫൈഡ് അയിരുകളിലാണ്. പ്രധാനമായിട്ടും സൾഫൈഡ് അയിരുകളിലാണ് ഇത് പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ബുക്ക് എടുക്കുക. ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ഓസ്, അയിരുകളുടെ സാന്ദ്രീകരണം എന്നൊരു ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ ഫസ്റ്റ് എന്ത് കൊടുക്കണം? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, അത്രയും കൊടുത്താൽ മതി. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഹൈഫൺ. എന്താണ് അതിനകത്ത് കൊടുക്കേണ്ടത്? മാലിന്യം ഡെൻസിറ്റി കുറവും, അടുത്തത് അയിരുകളുടെ ഓസിന്റെ ഡെൻസിറ്റി കൂടുതലും. അങ്ങനെ കൊടുക്കാലോ. അത് കഴിഞ്ഞ് അതിന്റെ താഴെ എക്സാമ്പിൾ ഓക്സൈഡ് അയിരുകൾ, സ്വർണത്തിന്റെ അയിരുകൾ. ഇനി അടുത്ത താഴോട്ട് രണ്ടാമത്തെ എഴുതുക. രണ്ടാമത്തെ പ്ലവന പ്രക്രിയ. നേരെ തിരിച്ച് അപദ്രവ്യം സാന്ദ്രത കൂടിയത്, ഓറ് സാന്ദ്രത കുറഞ്ഞത്. ഉദാഹരണം സൾഫൈഡ് അയിരുകള് പഠിച്ചു. അടുത്തത് കാന്തിക വിഭജനം. അതറിയാലോ. കാന്തിക വിഭജനം എങ്ങനെ ആയിരിക്കും? അതിന് ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ വേണം അല്ലെ? ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടെങ്കിൽ മാത്രമേ കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ അവിടെ നടക്കത്തുള്ളൂ. അപ്പം ഇരുമ്പ്, അപ്പൊ ഏതിനകത്തൊക്കെ ആയിരിക്കും നടക്കുന്നത്? ഇരുമ്പിനകത്ത് നടക്കും അല്ലെ? അയണിനകത്തായിരിക്കും പ്രധാനമായിട്ടും കാന്തിക വിഭജനം നടക്കുന്നത്. അതേപോലെ ടിന്നിന്റെ മാലിന്യം, അതിനകത്തൊക്കെ നടക്കും. ടിന്ന്. അപ്പൊ നോക്കി, അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് എന്തു വേണം? കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഇത്. ഒന്നിനൊരു കുറഞ്ഞ ആകർഷണമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടതാണ്. അയിരിനോ അപദ്രവ്യമോ, അപദ്രവ്യം എന്ന് പറഞ്ഞാൽ മാലിന്യം അല്ലെങ്കിൽ ഗ്യാങ്. ഓക്കെ, ഇതിന് ഏതെങ്കിലും ഒന്നിന്
കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും കാന്തികമല്ലാത്ത ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യുന്നതിനും ഈ ഒരു കാന്തിക വിഭജനം ഉപയോഗിക്കുന്നു. അപ്പൊ ഉദാഹരണം പഠിക്കാലോ. ഉദാഹരണം പഠിച്ചോണേ. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് നാലാമത്തെ പ്രോസസ് ആണ് ലീച്ചിങ്. അവസാനത്തെ പ്രോസസ്സ് ലീച്ചിങ്. കോൺസെൻട്രേഷൻ ഓഫ് അയിര് അല്ലെങ്കിൽ ഓട്സിനകത്തെ അവസാനത്തെ പ്രോസസ് ആണ് ലീച്ചിങ്. എന്താണ് ലീച്ചിങ്? സിമ്പിൾ ആയിട്ട് പറയാം, രാസപദാർത്ഥം ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കൽ. അങ്ങനെ അങ്ങ് ഓർത്താ മതി. രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കൽ. രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കൽ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയുന്നത്. രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കൽ. രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കലാണ് ലീച്ചിങ്. അപ്പം അതെവിടെ നിന്നാണ്? അലൂമിനിയത്തിന്റെ അയിര് എന്താണ്? ബോക്സൈറ്റ് ആണ് അല്ലെ? ഈ ബോക്സൈറ്റിൽ നിന്ന് NaOH വഴി, സോഡിയം ഹൈഡ്രോക്സൈഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം? മാലിന്യം നീക്കം ചെയ്യാൻ സാധിക്കും. അതാണ് പറയുന്നത്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ 4 പ്രോസസ്സ്. കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സിനകത്തെ 4 പ്രോസസ്സ് ഏതൊക്കെയാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, രണ്ടാമത്തത് ഏതാ? പ്ലവന പ്രക്രിയ, 3 കാന്തിക വിഭജനം, 4 ലീച്ചിങ്. ഈ 4 പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പഠിച്ചോണം, 1 മാർക്ക് ഉറപ്പാണ്. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾസ് ഒന്ന് ഓർത്തിരുന്നോണം. അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞു, അയിരുകളുടെ സാന്ദ്രണം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോസസ് ആണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നു. ഓക്കെ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓക്സൈഡ്. ഇതിന് സാധാരണയായിട്ട് 2 ഘട്ടമാണുള്ളത്. ഒന്ന്, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റും. സാന്ദ്രീകരിച്ച അയിരിനെ എന്തായിട്ട് മാറ്റും? ഓക്സൈഡ് ആക്കി മാറ്റും. ഇനി ഓക്സൈഡ് ആക്കിയ അയിരിന്റെ നിരോക്സീകരണം. ഓക്സൈഡ് ആക്കിയ അയിരിന്റെ നിരോക്സീകരണം. അപ്പൊ ആദ്യത്തെ നോക്കാം. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ നമുക്ക് നോക്കാം. അതിനകത്ത് ഒന്നാമത്തെ പ്രോസസ് ആണ് കാൽസിനേഷൻ. നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ്സ് ലോഹ നിഷ്കർഷണത്തിനകത്ത് ആദ്യത്തെ പ്രോസസ്സ്, മെറ്റൽ എനർജിക്കകത്ത് ആദ്യത്തെ പ്രോസസ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ്. അതിനകത്ത് വരുന്ന അയിരുകളുടെ സാന്ദ്രണം. അതിനകത്ത് വരുന്ന 4 പ്രോസസ് ആണ് ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്. ഇനി അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുവാണ്. ഈ സാന്ദ്രീകരിച്ച് കിട്ടിയ അയിരുകൾ ഉണ്ടല്ലോ, ഈ അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്ന പ്രോസസ്സ്. അത് 2 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്താണ് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. ഈ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ എന്നതിനകത്ത് ആദ്യത്തെ പ്രോസസ് ആണ് കാൽസിനേഷൻ. കാൽസിനേഷൻ. കാൽസിനേഷൻ എന്താണ് കാൽസിനേഷൻ? വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നു. ഓർത്തോണം, വായുവിന്റെ അസാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത്. വായു അവിടെ ഇല്ല. വായുവിന്റെ അസാന്നിധ്യത്തില് അയിരിനെ അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ലോഹ കാർബണേറ്റുകളെയും ഹൈഡ്രോക്സൈഡുകളെയും വിഘടിച്ച് ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഓക്കെ ആണല്ലോ. അപ്പം വായുവിന്റെ അസാന്നിധ്യത്തിൽ എന്താക്കും? ചൂടാക്കും. ജലം, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ അയിരുകള് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്ന പ്രോസസ് ആണ് കാൽസിനേഷൻ. ഇനി രണ്ടാമത്തെ പ്രോസസ് ആണ് റോസ്റ്റിംഗ്. എന്താണ് റോസ്റ്റിംഗ്? കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ വായുവിന്റെ അസാന്നിധ്യത്തിലാണ് എങ്കിൽ റോസ്റ്റിംഗ് വായുവിന്റെ സാന്നിധ്യത്തിലാണ്. വായുവിന്റെ സാന്നിധ്യത്തില് അതിന്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നു. ക്ലിയർ ആയോ? വായുവിന്റെ അസാന്നിധ്യമായിരുന്നു എവിടെ? കാൽസിനേഷനകത്ത്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വായുവിന്റെ സാന്നിധ്യത്തിലാണ്. അപ്പൊ സൾഫർ അടങ്ങിയിട്ടുള്ള അയിരിൽ വായുവിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നതിനെയാണ്, കുറഞ്ഞ ദ്രവണാംഗ താപനിലയിൽ ചൂടാക്കുന്നതാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സിങ്ക് എന്തായിട്ട് മാറും? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും അല്ലെ? ഓക്സിജന്റെ വായുവിന്റെ സാന്നിധ്യത്തിലാണ്. അതേപോലെ കുപ്രക്സ് ഓക്സൈഡ് ആയിട്ട് മാറും. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ. അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത് റോസ്റ്റിങ്ങിന് വിധേയമാകുമ്പോൾ.
അപ്പൊ കാൽസിനേഷനും പറഞ്ഞു, റോസ്റ്റിങ്ങും പഠിച്ചു. അപ്പം നമ്മൾ എന്താക്കി, ഓക്സൈഡ് ആക്കുന്ന രീതി പഠിച്ചു. ഇനി ഈ ഓക്സൈഡ് ആക്കിയ അയിരിനെ എന്താക്കും, നിരോക്സീകരണമാക്കും. നിരോക്സീകരണം. അപ്പൊ നമുക്കറിയാം നിരോക്സികാരികളുണ്ട് അല്ലെ. ഏതൊക്കെയാ നിരോക്സികാരികള്? ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, അലൂമിനിയം, വൈദ്യുതി, ഇലക്ട്രിസിറ്റി അല്ലെ. ഇലക്ട്രിസിറ്റി ഒക്കെ എന്താണ്, ഒരു നിരോക്സികാരിയാണ്. അപ്പം ലോഹങ്ങളുടെ ക്രിയാശീലത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ എങ്ങനെയാ അത് ഉപയോഗിക്കുന്നത്? ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം എന്താണ്? നിരോക്സീകരണമാണ്. അനുയോജ്യമായ നിരോക്സികാരികൾ ഉപയോഗിച്ച് നമുക്കിത് പ്രയോജനപ്പെടുത്താം എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, ഓക്സൈഡ് ആക്കിയ അയിരിന്റെ നിരോക്സീകരണം എങ്ങനെയാണ് നടക്കുന്നത്? നിരോക്സികാരിയായ കാർബൺ മോണോക്സൈഡ്, വൈദ്യുതി, ഹൈഡ്രജൻ, കാർബൺ എന്നിവ ഉപയോഗിച്ച് ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നു. ഓക്സൈഡിനെ നീക്കം ചെയ്യുന്നു. പഠിച്ചല്ലോ. അപ്പൊ ആ രണ്ട് പ്രോസസ്സും നമ്മൾ ഇവിടെ പഠിച്ചേ. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താ? ലോഹ ശുദ്ധീകരണം. കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ് പഠിച്ചു. അതിൽ നിന്ന് എന്ത് നമ്മൾ ചെയ്തു? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്. അത് കഴിഞ്ഞ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നു. രണ്ട് ഘട്ടമായിട്ട്. എങ്ങനെ? ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ദെൻ ഓക്സൈഡ് ആക്കിയതിനെ നിരോക്സീകരണം നടക്കുന്നു. അടുത്ത മൂന്നാമത്തെ പ്രക്രിയയാണ് ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അതിൽ ഒന്നാമത്തെ പ്രോസസ് ആണ് ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കലിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, കുറഞ്ഞ ദ്രവണാങ്കമാണ്. ദ്രവണാങ്കം കുറഞ്ഞ ലോഹമാണ് ഉരുക്കി വേർതിരിക്കൽ. കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങൾ അപദ്രവ്യമായി ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റു ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഇത്തരം ലോഹങ്ങള് ഫർണസിന്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു ഉരുകി വരുന്നു. അപ്പൊ ഉരുക്കി വേർതിരിക്കൽ ക്ലിയർ ആയല്ലോ. കുറഞ്ഞ ദ്രവണാങ്കമുള്ളതാണ് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുന്നത്. അടുത്ത നോക്കി, സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ അത് വരുന്ന എന്താണ് അറിയാമോ? തിളനില കുറവാണ്. മറ്റേ നമ്മൾ ഇവിടെ പഠിച്ചത് ഉരുക്കി വേർതിരിക്കലിനകത്ത് കുറഞ്ഞ ദ്രവണാങ്കമായിരുന്നു. ഇവിടെ സ്വേദനത്തിനകത്ത് കുറഞ്ഞ തിളനില, ബോയിലിംഗ് പോയിന്റ് കുറവ്. അതാണ് താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിനാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. അപദ്രവ്യം അടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കുന്നു. ഈ ബാഷ്പീകരണം വിഘടിച്ച ശുദ്ധലോഹത്തെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നു. അടുത്ത മൂന്നാമത്തതാണ് വൈദ്യുതി വിശ്ലേഷണ ശുദ്ധീകരണം. എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനകത്ത് പ്രധാനമായിട്ടും വൈദ്യുതി ഉപയോഗിച്ചായിരിക്കും നടത്തേണ്ടത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വൈദ്യുതി ഉപയോഗിച്ച് നടത്തുമ്പോൾ നമുക്ക് ഒട്ടും അതിനൊരു പ്രശ്നവും വരാത്ത രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? വില കൂടിയ ലോഹങ്ങളാണ്. ഏതൊക്കെ? അലൂമിനിയം, സിൽവറും. അപ്പൊ ഓർക്കാലോ, വൈദ്യുതി വിശ്ലേഷണ ശുദ്ധീകരണം അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ചെയ്യുന്നത് എവിടെയാണ്? സിൽവറിനകത്തും ഗോൾഡിനകത്തും ആണെന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം. ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണം SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടാതെ ബാക്കിയുള്ള എങ്ങനെയൊക്കെയാണ് അതിന്റെ അലോയി സ്റ്റീലുകൾ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അൽനിക്കോയൊക്കെ മെയിൻ ആയിട്ട് മിക്കവാറും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അൽനിക്കോയിൽ വരാത്ത ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നൊക്കെ എപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ PDF-നകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ തരും. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഇതൊന്ന് നോക്ക്. അലോയ് സ്റ്റീലുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീല്, അതേപോലെ അൽനിക്കോ, നിക്രോം, ഇതിനകത്ത് എങ്ങനെയാണ് അതിന്റെ പ്രത്യേകത, അതിന്റെ ഉപയോഗം, ഓക്കെ, ഒന്ന് ഓർത്തിരുന്നോളുക. അടുത്ത ഒരു ചോദ്യം നോക്കിയേ. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ബോക്സൈറ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? കാന്തിക വിഭജനമാണോ? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണോ? ലീച്ചിങ് ആണോ? പ്ലവന പ്രക്രിയ ആണോ? ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞേ? രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കലാണ് അല്ലെ. ഏതാ? അലൂമിനിയത്തിന്റെ ബോക്സൈറ്റ് NaOH വഴി എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു.
ഏതാണപ്പം? ഓപ്ഷൻ സി ലീച്ചിങ്. ലീച്ചിങ് അല്ലേ? ലീച്ചിങ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി നോട്ട്സ് എല്ലാം നമ്മൾ PDF ഗ്രൂപ്പിൽ തരും. അത് ക്ലിയർ ആയിട്ട് വായിക്കുക. ആദ്യം ക്ലാസ് കാണുക, ക്ലിയർ ആയിട്ട് പഠിക്കുക. പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട, ഇന്ന് തന്നെ ഇതിന്റെ റിവിഷൻ ഉൾപ്പെടെ കഴിഞ്ഞേക്കുക. നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.